രണ്ടുപേരെ കുറിച്ച് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ആരാണെന്നറിയുമോ? കർബല യുദ്ധം അരങ്ങേറുകയാണ്. ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. സ്വഹാബത്തിൽ നിന്ന്, അഹ്ലു ബൈത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെട്ടുപോയി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും SSFകാരും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിൽക്കുമോ? നമുക്ക് ഈ അഹ്ലു ബൈത്തിനെ ഒന്ന് പറയാം. അങ്ങകലെ നിൽക്കുന്ന മുഅ്മിനീങ്ങളെ എല്ലാവരും ഒന്നടുത്ത് നിൽക്കണം. എനിക്ക് നിങ്ങളെ കാണാനല്ല, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരുടെ നല്ല ചരിത്രം പറയുമ്പോൾ ആ മജ്‌ലിസിൽ അവിടുന്ന് റഹ്മത്തിന്റെ മലക്കിറങ്ങും. കാരണം എന്താണ്? വആലു റസൂലില്ലാഹി അലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലു റസൂലില്ലാഹി അലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി നൂറുൽ ജഹഫിലി. ആ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ, ആ മഹാന്മാർ ഒരുപാട് കർബലയിൽ ഷഹീദായി പോയി. കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികാരം അവിടുത്തെ മക്കൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവിടെ അവർ ഷഹീദാകുമോ? ഇല്ല. ആ സംഭവങ്ങളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞോളാം. ഏതായാലും അതിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരുപാട് പേര് ഷഹീദായി. കുറെ പേര് ജയിലിലേക്ക് കൊണ്ടുവന്നു. ആ ജയിലിൽ കൊണ്ടുവന്നതിൽ 2 കുഞ്ഞുമക്കളുണ്ട്. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട 2 കൊച്ചുമക്കൾ ജയിലിൽ അടക്കപ്പെട്ടു. പാറാവുകാരനോട് ഗവൺമെന്റ് പറഞ്ഞു, മതിയായ ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല, ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണമേ കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ഈ പറയുന്ന സംഭവം താരീഖു കർബലയിൽ ഉണ്ട് മുത്തഅല്ലിമീങ്ങളെ. അങ്ങനെ അതാ ജയിലിൽ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് 1 കൊല്ലം തികഞ്ഞു. ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു, മോനെ, നമ്മൾ ഈ ജയിലിൽ കിടന്നിട്ട് ജീവിതം കഴിഞ്ഞു പോവുകയേ ഉള്ളൂ. അതുകൊണ്ട് പാറാവുകാരനോട് നമ്മൾ നബിതങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണെന്നും ഞമ്മക്കൊരു മോചനം തരാൻ അവർക്ക് പറ്റുമോ എന്നും ഒന്ന് ചട്ടം കെട്ടി നോക്കാം. പാറാവുകാരൻ ഭക്ഷണവും കൊണ്ടുവന്നു. ആ സമയത്ത് ചോദിച്ചു, നിങ്ങൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ? അതേ, അഫ്ളലു ഖൽഖില്ലാഹ് റസൂലുള്ളാഹ് ഹബീബുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം. രണ്ടാമത്തെ ചോദ്യം, ജഅഫർ തയ്യാറിനെ അറിയുമോ? അതേ, അറിയാം. ആ ജഅഫർ തങ്ങളുടെ മക്കളിൽപ്പെട്ട മുസ്ലിം തങ്ങളെ അറിയുമോ? അതേ, അറിയാം. ഞങ്ങളാ മുസ്ലിം എന്നവരുടെ മക്കളാണ്. ഞങ്ങളെ ബദർ, ഞങ്ങളെ കർബലയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നടച്ചതാണ്. ഞങ്ങൾ അവിടുന്ന് അഹ്ലു ബൈത്തിന്റെ മെമ്പർമാരാണ്. ഞങ്ങളെയാണ് നിങ്ങൾ ഭക്ഷണം തരാതെ പീഡിപ്പിക്കുന്നത്. ഉടനെ പാറാവുകാരൻ കാൽക്കലേക്ക് വീണ് മാപ്പിരുന്നു. രാത്രിയായപ്പോൾ ജയിലിന്റെ കവാടം തുറന്നു. ആ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് പൊതുവഴിയിലേക്ക് നടന്ന് പെരുവഴിയിൽ എത്തിയിട്ട് പറഞ്ഞു, മക്കളെ, നടന്ന് രക്ഷപ്പെട്ടോ. ഈ മക്കള് നടന്ന് 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 പ്രഭാതമായി. പിന്നെയും നടന്നു കുഴങ്ങിപ്പോയി. ഒരു വീടിന്റെ മുറ്റത്തൊരുമ്മ നിൽക്കുന്നു. ആ ഉമ്മാന്റെ അടുക്കൽ പറഞ്ഞു, ഞങ്ങൾ നടന്നു ക്ഷീണിച്ചവരാണ്, ഒന്ന് വിശ്രമിച്ചോട്ടെ. അതേ, അകത്ത് കയറിക്കിടന്നോ മക്കളെ.
ജ്യേഷ്ഠന്റെ മടിയിൽ അനുജൻ തലവെച്ചു. രണ്ടുപേരും മയങ്ങിയപ്പോൾ ഉമ്മാമായുടെ മരുമകൻ വന്നു. വന്നിട്ട് പറഞ്ഞു, 2 കുട്ടികൾ ജയിലിൽ ചാടിയിട്ടുണ്ട്, അവരെ പിടിച്ചുകൊടുത്താൽ ഇനാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭരണാധികാരി. അപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, ഇവിടെ 2 കുട്ടികൾ വന്ന് കയറിയിട്ടുണ്ട്, അവരെയാണെങ്കിൽ പിടിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് പറയുമ്പോഴേക്ക് മക്കൾ ഉണർന്നെഴുന്നേറ്റ് പിന്നെയും അനുമതി തേടി അവര് നേരെ നടക്കുന്നു. നടന്നൊരു മുതലാളിയുടെ കയ്യിൽ പോയി പെട്ടു. ആ മുതലാളിക്ക് മനസ്സിലായി ഈ മക്കള് ജയിലിൽ ചാടിയ കുട്ടികളാണ്. നേരെ കൊണ്ടുവരുന്നു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ട് നിർത്തുന്നു. നിർത്തിയിട്ട് തന്റെ അടിമയെ വിളിച്ച് കയ്യിൽ വാള് കൊടുക്കുന്നു. വാള് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മക്കളെ അങ്ങ് കൊന്നിട്ട് തലയെടുത്തോ, എന്നാൽ നിനക്ക് സമ്മാനം തരാം. ഈ തല കൊണ്ടുപോയി ഭരണാധികാരിക്ക് കൊടുത്താൽ അവിടെ ഇനാം എനിക്ക് കിട്ടിക്കോളും. അങ്ങനെ വാളും ഓരിക്കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഈ മക്കൾ പറഞ്ഞു, നഹ്നു മിൻ അബ്നാഇ ആലി ബൈത്തിർ റസൂൽ, ഞങ്ങൾ അഹ്ലു ബൈത്തിലെ മക്കളാണ്, ഞങ്ങളെ കൊന്നിട്ട് നിനക്കെന്ത് കിട്ടാനാണ്? ആടിമ വാള് വലിച്ചെറിഞ്ഞിട്ട് നദിയിലേക്ക് ഊളിയിട്ടു. ദേഷ്യം പിടിച്ച മുതലാളി മകന്റെ കയ്യിലേക്ക് കൊടുത്തു. വാളും കൊണ്ട് മുതലാളിയുടെ മകൻ അടുത്തു വന്ന് നിൽക്കുമ്പോൾ ആ മക്കള് പറഞ്ഞു, അന്ത ഫീഉം ഫുവാനിശ്ശബാബ്, നീ യുവത്വത്തിന് നല്ല പ്രസരിപ്പിലാണ്, തുടക്കത്തിലാണ്, ഞങ്ങളെ കൊന്നിട്ട് ഇപ്പോഴേ നരകം വാങ്ങണോ? ഇത് കേട്ടപ്പോൾ ചെറുപ്പക്കാരനും ഫഅല ഹാദ ശാബു കമാ ഫഅലൽ ഗുലാമു, അടിമയെപ്പോലെ ഈ മുതലാളിയുടെ മകനും ഊളിയിട്ടു യൂഫ്രട്ടീസ് നദിയിലേക്ക്. കലിപിടിച്ച മുതലാളി വാളെടുത്ത് കയ്യിൽ പിടിച്ച് ഈ മക്കളുടെ നേരെ വന്നു നിന്നപ്പോൾ ഈ മക്കള് പറഞ്ഞു, ഞങ്ങള് അഹ്ലു ബൈത്തിലെ കുട്ടികളാണ്, ഞങ്ങളെ കൊന്നിട്ട് വേണോ നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ? ഉടനെ അയാൾ പറഞ്ഞു, എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, തങ്ങന്മാരില്ലെന്ന് പറയുന്ന പാർട്ടിക്കാരുള്ള കാലമല്ലേ ഇത്. അയാൾ പറഞ്ഞു, അതൊന്നും എനിക്കിവിടെ കേൾക്കണ്ട. ഉടനെ പറഞ്ഞു, ഞങ്ങള് തങ്ങള് കുടുംബത്തിലല്ലെങ്കിലും ഞങ്ങള് കുട്ടികളല്ലേ, SSFകാരല്ലേ, SBS-കാരല്ലേ, ഞങ്ങള് മക്കളല്ലേ, ഒന്നൊഴിവാക്കിക്കൂടെ? ഇല്ല, അതും ഇവിടെ പ്രമേയമല്ല. നിങ്ങൾക്ക് അന്ത്യാഭിലാഷമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ, അതിന് ഞാൻ അവസരം തരാം. ഉടനെ ആ മക്കള് പറഞ്ഞു, 2 റക്അത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കണം കേട്ടോ. 2 റക്അത്ത് നിസ്കരിക്കണം, അതിനുള്ള പെർമിഷൻ വാങ്ങുന്നു. 2 റക്അത്ത് നിസ്കരിക്കുന്നു. SSFകാരാ, കല്യാണത്തിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, യാത്രയുടെ പേരിൽ നീ നിന്റെ നിസ്കാരം ഖളാക്കരുത്. ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, നിന്റെ നിസ്കാരം ഖളാക്കരുത്. നീ ഗൾഫിലേക്ക് പോകുന്നു, ഫ്ലൈറ്റിലാണ്, നിസ്കാരം ഖളാക്കരുത്. നീ എവിടെയാണെങ്കിലും നിസ്കാരം ഖളാക്കരുത്. മാദാമ ഖുലൂ സാബിതാ, ബുദ്ധിയുള്ള കാലം മുഴുവൻ ചെയ്യേണ്ടതാണ് നിസ്കാരം. ചുരുക്കട്ടെ, അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആറുന്നു, അല്ലാഹുമ്മ ഹ്കും ബൈനനാ വബൈന ഹാദർ റജുലി ഫീ യൗമിൽ ഖിയാമത്തി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെയും ഇവന്റെയും ഇടയിൽ നാളെ നിന്റെ കോടതിയിൽ നീ വിധിക്കണേ അല്ലാഹ് എന്നങ്ങ് ദുആ ചെയ്തിട്ട് മക്കളിറങ്ങുന്നു.
അതാ കൊലക്കത്തിയുടെ കീഴിലേക്ക് വന്നു നിൽക്കുമ്പോ പറയുകയാണ്, എടാ ഞങ്ങൾക്ക് മരണം പേടിയില്ല, ഞങ്ങൾക്ക് മരണം പേടിയില്ല, ഞങ്ങൾ ഉറപ്പിച്ചു പോയടാ, ഞങ്ങളുടെ വലിയുപ്പ റസൂലുള്ളയാണടാ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മക്കള് പുലിക്കുട്ടികളെ പോലെ നിൽക്കുമ്പോഴേക്ക് അനുജനെ പിടിച്ചു കിടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവെക്കുന്നു. രക്തം ചീറിയങ്ങ് വരുമ്പോ ജ്യേഷ്ഠൻ കയ്യിലാ രക്തമങ്ങ് വാങ്ങുന്നു, അനുജന്റെ ബോഡിയിൽ പുരട്ടിക്കൊടുക്കുന്നു. രണ്ടാമതും അതാ കയ്യിൽ രക്തം വാങ്ങിയിട്ട് സ്വന്തം ബോഡിയിലേക്ക് പുരട്ടിയിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ ഞങ്ങൾ നിന്റെ മാർഗത്തിൽ ഷഹീദാണ് എന്നതിന് ഈ രക്തക്കറ അടയാളമാണ്. ഈ മക്കളുടെ കഴുത്തറുത്തിട്ട് ഉടല് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. രണ്ടാളുടെയും തല കൊണ്ടുപോയി ഭരണാധികാരിയുടെ മുമ്പിൽ കാഴ്ചവെച്ചു കളഞ്ഞു. അങ്ങനെ സംരക്ഷിച്ച് അഹ്ലുബൈത്തിന്റെ തല കളഞ്ഞിട്ട് തന്ന ദീനാണ് മക്കളെ. ഹുസൈൻ തങ്ങളുടെ തല മുറിച്ചെടുത്തിട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്. റശ്വത്തു സ്വാദി ഫീ ബഹരി ഫളാഇൽ ബനി നബിയിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുന്തത്തിന്റെ മേലെ തല വെച്ചിട്ട് പ്രകടനം നടത്തി. ആരാണ്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ് കേട്ടോ. അതുകൊണ്ട് മക്കളെ, ഒരു ഹറാമിലും പെടാതെ അള്ളാന്റെ ദീനിനു വേണ്ടി നിലകൊള്ളണം. ഓ ഖാലിദ് സാഹിബ് മാതൃകയാണ്, വെള്ളില ഉസ്താദ് മാതൃകയാണ്, ഈ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു നമ്മുടെ നേതാവാണ്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമ്മുടെ തണലാണ്, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നമ്മളുടെ പതാകയാണ്, പതി ഉസ്താദ് നമ്മുടെ പിൻബലമാണ്, കണ്ണിയത്തുസ്താദ് നമ്മുടെ കരളിന്റെ തുടിപ്പാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഉള്ളാള് തങ്ങള് നമ്മൾക്ക് കൈപിടിച്ച് ശഫാഅത്ത് ചെയ്യാനുള്ള സയ്യിദാണ്. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമായ പി ഉസ്താദ് അല്ലാഹു നമുക്ക് നൽകിയ ദാനമാണ്. അല്ലാഹു ഇസ്സത്തോടെ നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ ഒരുപാട് തവണ കാണാനും മദീനയിലെത്താനും അവസാനം അവിടുത്തെ തിരുമുഖം കണ്ട് മരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.